നമസ്കാരം. ഇന്ന് നമുക്ക് കറ്റാർവാഴ വെച്ചുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. ഇത് സ്കിന്നിനും ഹെയറിനുമുള്ള ഗുണങ്ങൾക്ക് പുറമെ വയറിനുള്ളിൽ നല്ല ബാക്ടീരിയ വളരുവാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി കറ്റാർവാഴയുടെ ഒരു ലീഫ് എടുത്തു. അത് നന്നായി കഴുകിയിട്ട് അതിൻ്റെ സ്കിൻ എല്ലാം കളഞ്ഞ് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് പിന്നെയും ഒന്നുകൂടെ വാഷ് ചെയ്ത് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത പീസസ് ഒരു ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെച്ച് അതൊന്ന് ഡ്രൈ ചെയ്തെടുത്തു. കുറച്ച് അധികമുള്ള വെള്ളം ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചത്. പിന്നെ അതിനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നാരങ്ങ 4-5 നാരങ്ങ ഞാനത് ബോയിൽ ചെയ്ത് തുടച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. പാൻ ചൂടായി കഴിയുമ്പോൾ ജിഞ്ചല്ലി ഓയിൽ ഒരു 1 ടീസ്പൂൺ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾ, പിന്നെ 1 സ്പൂണോളം ഉലുവപ്പൊടി ഇത് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറച്ച് വഴന്ന് കഴിയുമ്പോഴത്തേനും ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് തീ കുറച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നാരങ്ങയുടെ പീസസുകൾ ഇടുക. അത് ഇളക്കി കുറച്ചൊന്ന് ഇളക്കി അത് കഴിഞ്ഞ് നമ്മുടെ അലോവേര പീസസ് ആക്കി എടുത്തത് അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗാർലിക്കിൻ്റെ പൊടിയും ഇഞ്ചിയുടെ പൊടിയും ഇച്ചിരി ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഇളക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ വിനെഗർ ചേർക്കുക. പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത്യാവശ്യത്തിന് കുറുകി കഴിയുമ്പോൾ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്നുകൂടി ഇളക്കി തീ ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കുപ്പിക്കകത്ത് ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുക.